1897 ലോക്കുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഗോദ്രേജ് ആരംഭിച്ചത്. ഇന്നവർ 1.76 ലക്ഷം കോടി രൂപയുടെ ഒരു കൂട്ടായ്മയാണ്. സ്റ്റീൽ സേഫുകൾ മുതൽ വീട്ടുപകരണങ്ങൾ വരെ, റിയൽ എസ്റ്റേറ്റുകൾ മുതൽ ജെറ്റ് എഞ്ചിനുകൾ വരെ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയ ബ്രാൻഡുകളിൽ ഒന്നായി ഗോദ്രേജ് മാറിയതെങ്ങനെ? 1897 ബ്രിട്ടീഷ് നിർമ്മിത പൂട്ടുകൾ ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന കാലം. അഭിഭാഷകനായ അർദേഷിർ ഗോദ്രേജ് ഒരു പ്രധാന പ്രശ്നം തിരിച്ചറിഞ്ഞു. ബ്രിട്ടീഷ് പൂട്ടുകൾ വിശ്വാസയോഗ്യമല്ല. അതിനാൽ കൂടുതൽ സുരക്ഷിതവും പിക് പ്രൂഫ് ലോക്കും രൂപകൽപ്പന ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശീയ ലോക്ക് ബ്രാൻഡ് അവതരിപ്പിച്ചു. ഇതോടെ ഗോദ്രേജ് എന്ന പേരിന്റെ തുടക്കം കുറിച്ചു. 1818 സസ്യാഹാരികൾക്കും സ്വതന്ത്ര സമര സേനാനികൾക്കും അനുയോജ്യമായ മൃഗക്കൊഴുപ്പില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സോപ്പ് ഗോദ്രേജ് പുറത്തിറക്കി. പിയേഴ്സ് പോലുള്ള വിദേശ സോപ്പ് ബ്രാൻഡുകളെ പരാജയപ്പെടുത്തി ഈ സോപ്പ് വിപണിയിൽ ഉടൻ പ്രശസ്തമായി. മഹാത്മാഗാന്ധി പോലും ഗോദ്രേജ് സോപ്പിനെ പ്രശംസിച്ചു. ഇത് ജനപ്രീതിയിൽ വലിയ മുന്നേറ്റം നേടി. 1950കളോടെ സേഫുകൾ, ലോക്കറുകൾ, അലമാരകൾ തുടങ്ങിയ സുരക്ഷാ ഉൽപ്പന്നങ്ങളിൽ ഗോദ്രേജ് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ പേരായി മാറി. എന്നാൽ അവർ അവിടെ ഒന്നും നിന്നില്ല. അവർ ഫർണിച്ചർ, ടൈപ്പ്റൈറ്ററുകൾ, റെഫ്രിജറേറ്ററുകൾ, ബഹിരാകാശ ദൗത്യങ്ങൾക്കായുള്ള ISROയുടെ ഭാഗങ്ങൾ വരെ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങി. എയ്റോസ്പേസ് സാങ്കേതിക വിദ്യയിൽ പുത്തൻ നിലപാട് കൈക്കൊണ്ട് ഗോദ്രേജ് വ്യവസായത്തിൽ സാങ്കേതിക പ്രാവീണ്യം തെളിയിച്ചു. ബഹുമാന്യമായ വ്യവസായപരമായ പഴയ പാരമ്പര്യം മറികടന്ന് 1990കളിൽ ഗോദ്രേജ് റിയൽ എസ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇന്ന് ഇന്ത്യയിലെ മുൻനിര ഡെവലപ്പർമാരിൽ ഒരാളാണ്. പരമ്പരാഗത വ്യവസായ ഭീമൻ കാലത്തിനനുസരിച്ച് പരിണമിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം സമർത്ഥമായി വൈവിധ്യവൽക്കരിക്കുക, വിശ്വാസത്തിൽ വേരുന്നയിക്കുക, കാലത്തിനനുസരിച്ച് പരിണമിക്കുക. ഇതാണ് ഗോദ്രേജ് ഓരോ ഇന്ത്യൻ വീടിനെയും സ്പർശിച്ച വിശ്വാസവും നിലവാരവും ഉറപ്പു നൽകുന്ന ഒരു സാമ്രാജ്യം നിർമ്മിച്ചതിന്റെ കഥ. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയയാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ് വാല, ബി ദ ബോസ്.